ദിവസങ്ങളായി പുനലൂരിൽ വൻതോതിൽ മണ്ണ് മാഫിയ, അതായത് ഒരു ലോബി തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം, ഒരു പാവം പിടിച്ചവൻ എവിടെയെങ്കിലും ഒരു കുറഞ്ഞ പൈസയ്ക്ക് സ്ഥലം വാങ്ങിച്ച് ഒരു 2 സെന്റ് നികത്താൻ സമ്മതിക്കാത്ത ഉദ്യോഗസ്ഥർ ഒരു കൂട്ടം മണ്ണ് മാഫിയകൾക്ക് പുനലൂരിൽ ഒത്താശ ചെയ്തുകൊണ്ട് ജലസ്രോതസ്, നമുക്കറിയാം പുനലൂരിൽ പണ്ട് വെള്ളപ്പൊക്കമുണ്ടായാൽ വെള്ളം കയറാത്ത പല റോഡുകളും ഇപ്പോൾ ഒരു ദിവസത്തെ മഴ പെയ്താൽ ഫുള്ള് വെള്ളം നിറയുന്ന രീതിയിലോട്ട് പുനലൂരിലെ ടൗൺ ഉൾപ്പെടെയുള്ളത് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ചെറിയ പൈസയ്ക്ക് വയലുകൾ വാങ്ങിക്കുകയും അത് കരയാക്കി എന്നുള്ള കരയുടെ പേരിൽ അത് മണ്ണിട്ട് നികത്തിയും തോടുകൾ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകൾ മനഃപൂർവ്വമായി മണ്ണിട്ട് നികത്തിക്കൊണ്ടാണ് കുറച്ച് ദിവസങ്ങളായി ഇവിടുത്തെ മണ്ണ് മാഫിയകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പാസിൻ്റെ പേരിൽ, അതായത് പാസ് ഉണ്ടെന്നുള്ള പാസിൻ്റെ പേരിൽ എന്തൊക്കെയോ ഇല്ല, നമ്മൾ ഏതോ ഒരു സിനിമയിൽ പറയുന്നുള്ള രേഖ കാണിക്കുമ്പോൾ കൈരേഖ കാണിച്ചുകൊണ്ട് പാസ് ഉണ്ട് എന്നുള്ള കള്ളത്തരത്തിൽ സകലമാന തോടുകളും സകലമാന വയലുകളും നികത്തി ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ലോബിയാണ് പുനലൂർ പ്രവർത്തിക്കുന്നത്. ഇത് അടിയന്തരമായി മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ളവർ അടിയന്തരമായി തീരുമാനമെടുത്ത് നടപടിയെടുക്കേണ്ട കാര്യമാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് പുനലൂർ മാർക്കറ്റ് റോഡിലുള്ള ഒരു സ്ഥലത്താണ്. നമുക്കറിയാം, വളരെയധികം പണ്ട് മുതലേ വയലായി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും വെള്ളക്കെട്ടുള്ള സ്ഥലം വലിയ തോതിൽ വലിയ രീതിയിൽ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ പ്രതികരിക്കാൻ ഇവിടുത്തെ അധികാരികൾ തയ്യാറാവുന്നില്ല, പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല. ഒരു രീതിയിലുള്ള പ്രതികരണങ്ങളും ഉണ്ടാവാത്ത സ്ഥിതിക്ക് ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് പുനലൂർ ടൗണിൽ. ഇതിന് അടിയന്തരമായി നടപടിയെടുത്തില്ല എന്നെങ്കിൽ യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തും. പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. നമുക്കറിയാം, നിലം നികത്തുമ്പോൾ കരയാക്കുമ്പോൾ അതിനകത്ത് നമുക്കറിയാം, കരയാക്കുമ്പോൾ വെള്ളക്കെട്ട് നിൽക്കുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും കരയാക്കിയാൽ പോലും മണ്ണിടരുന്നുള്ള നോട്ട് മെൻഷൻ ചെയ്താണ് നമുക്ക് അറിയാൻ ചെയ്യുന്നത്. എന്നാൽ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടും മനഃപൂർവ്വമായി മണ്ണിട്ട് നികത്തി സ്ഥലങ്ങൾ വലിയ തോതിൽ മണ്ണിട്ട് നികത്തി വലിയ ഇവിടുത്തെ ഭൂമാഫിയകൾ കയ്യേറിക്കൊണ്ടിരിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ.